അബ്ദുല്ലാഹിബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു എന്ന സഹാബി വര്യൻ പറയുന്നു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു ഗ്രാമീണനായ സഹാബി വന്നു. എന്നിട്ട് വന്നയാൾ ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് ഖുർആനിന് പകരമായി ചൊല്ലാൻ എന്തെങ്കിലും പഠിപ്പിച്ചു തന്നാലും, കാരണം ഖുർആനിൽ നിന്നും അധികം സൂറത്തുകളൊന്നും എനിക്ക് മനഃപ്പാഠമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഖുർആൻ ഓതാൻ സമയം ലഭിക്കുന്നില്ല, അല്ലെ കഴിയുന്നില്ല. അതിന് പകരമായി എനിക്ക് ചൊല്ലാൻ വേണ്ടി എന്തെങ്കിലും പഠിപ്പിച്ചു തരണമെന്ന് ഈ ഗ്രാമീണനായ സഹാബി റസൂലുള്ളാഹി തങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് അബ്ദുല്ലാഹിബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു പറയുന്നത് പ്രസിദ്ധനായ സഹാബിയാണ്. ഇത് പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകല്ലേ. കാരണം സഹാബാക്കളുടെ കാലത്ത്, നബി തങ്ങളുടെ കാലത്ത് ഖുർആൻ നമ്മളിപ്പോൾ കാണുന്ന രൂപത്തിൽ, പുസ്തക രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് സഹാബാക്കൾക്ക് കിട്ടിയ ഖുർആൻ്റെ ആയാത്തുകൾ അവരുടെ കയ്യിലുള്ള വിവിധ വസ്തുക്കൾ എഴുതി സൂക്ഷിക്കുകയാണ് ചെയ്തത്. നമ്മൾ കാണുന്ന അതേ രൂപത്തിൽ ഖുർആൻ്റെ കോപ്പിയോ പ്രതിയോ ഇല്ലാത്ത കാലത്താണ് സഹാബാക്കൾ സംസാരിക്കുന്നത്. അവരുടെ കയ്യിലുള്ള ഓലയിലും എല്ലിൻ്റെ കഷ്ണത്തിലും കല്ലിലുമൊക്കെ ഖുർആൻ എഴുതിയാണ് ആദ്യകാലത്ത് സൂക്ഷിച്ചത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ, പുസ്തക രൂപത്തിൽ ഖുർആൻ വെളിയിൽ വന്നത്, അച്ചടിക്കപ്പെട്ടത്, എഴുതി തയ്യാറാക്കപ്പെട്ടത്. ഉസ്മാൻ റളിയല്ലാഹുവിന് കൈകൊണ്ട് എഴുതി ഓതിയിരുന്ന ഖുർആൻ മദീനയിലെ മസ്ജിദ് നബവിക്കകത്തുള്ള മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ആദ്യത്തെ ഖുർആൻ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത തലത്തിൽ ഓതാം. കഴിഞ്ഞ 2 ദിവസം നിങ്ങൾ സിദ്ദീഖിയയിൽ സനദ് പരിപാടി പങ്കെടുത്തെങ്കിൽ നിങ്ങളൊരു 7 ഖിറാത്ത് കേട്ടിട്ടുണ്ടാവും. ഒരു ബാക്കിയാത്ത് സാലിഹാത്തിലെ ഒരു മുദരിസായ, അവിടുത്തെ ഖിറാത്തിൻ്റെ ഉസ്താദായ അദ്ദേഹം ഒന്ന് ഓതിയിരുന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും വ്യത്യസ്ത തരത്തിലുള്ള ഖിറാഅത്ത് രൂപങ്ങൾ ഇസ്ലാമിലുള്ളതാണ്. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ തന്നെ ഉൻസിലൽ ഖുർആൻ അല്ലാ സബഅത്തി അഹ്റുഫിൻ, 7 തരത്തിൽ ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഹദീസിലുണ്ട്. അതിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊരു വ്യാഖ്യാനം ഇതാണ്, 7 തരത്തിലുള്ള ഓതൽ ഖുർആനിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത് ആസിം റഹ്മത്തുള്ളാഹി എന്ന് പറയുന്ന ഒരാളുടെ ഖിറാഅത്താണ്. അപ്പോൾ നമ്മൾ അവിടെ കേട്ടു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം കേട്ടു. അപ്പോൾ അതിൽ തന്നെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ ഓതുന്നതാണ്. പക്ഷെ ആ സമയത്ത് അലൈഹും എന്ന് ഓതുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ ഒരു ഖിറാഅത്തുണ്ട്. നമ്മുടെ പള്ളിയിൽ ഇമാമിങ്ങളെ പിരിച്ചുവിടും അങ്ങനെ ഓതിയ. കാരണം എന്താ, ഇമാമിന് ഫാത്തിഹ പോലും അറിയില്ല. പൊട്ടനായ ഇമാമിനെ പള്ളിയിൽ ഇമാമാക്കാൻ കൊള്ളാം. അപ്പോൾ പള്ളി എന്ത് ചെയ്യുക, രാത്രി തന്നെ പറഞ്ഞു വിട്ടേക്കും. കാരണം എന്താ, അറിയില്ലല്ലോ. അതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രഥമമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അത് 7 ഖിറാഅത്തുകളുണ്ട്. അപ്പോൾ സഹാബാക്കളുടെ കാലത്ത് ഇതില്ല, പുസ്തകമൊന്നുമില്ല. അപ്പോൾ സഹാബി ചോദിച്ചു, എനിക്ക് പകരം എന്ത് ചൊല്ലാൻ പറ്റും? പിന്നെ നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ പറഞ്ഞു കൊടുത്തപ്പോൾ ആ സഹാബി ഇങ്ങനെ വിരലിങ്ങനെ മടക്കി. അപ്പോൾ 5 വിരളം തീർന്നു. നോക്കിയാൽ മടക്കി നോക്കിയാൽ ശരിയല്ലേ, 5 വിരൽ തീർന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെല്ലാം പടച്ചവനൊക്കെയുള്ളതാണല്ലോ, എനിക്കൊന്നുമില്ലല്ലോ ഇതിനകത്തെന്ന് പറഞ്ഞു. ഒരു ഗ്രാമീണനാണല്ലോ, ഇതിനകത്ത് എനിക്കൊന്നുമില്ലല്ലോ അള്ളാഹിൻ്റെ നബി, ഇത് ആർക്കുള്ള മൊത്തം? സുബ്ഹാനല്ലാഹ് പടച്ചവനക്കുള്ളതാണ്, അൽഹംദുലില്ലാഹ് അള്ളാഹ്ക്കുള്ളതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹ്ക്ക് പണ്ടേ ഉള്ളതാണ്, പിന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അതും പടച്ചവനക്കുള്ളതാണ്. എനിക്കിതിനകത്ത് എന്താ ഉള്ളത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആട്ടുകയല്ല ചെയ്തത്. നബി തങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ പറ, അത് നിനക്കുള്ളതാ. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി വആഫിനി എന്ന് പറ. അല്ലാഹ് നീ എനിക്ക് പുറത്തുതാ, എന്നോട് കരുണ ചെയ്, എനിക്ക് സന്മാർഗം താ, എനിക്ക് നീ ജീവിത വിഭവം താ, എനിക്ക് നീ ശരീര സുഖം താ. ആർക്കുള്ള? മൊത്തം എനിക്കുള്ളതാ. അപ്പം ആ സഹാബി മറ്റേ കൈ ഇങ്ങനെ മടക്കി 5 എണ്ണം, അതും 5 എണ്ണം ഉണ്ട്. എന്നിട്ട് മടങ്ങി പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി പോകുമ്പോൾ നബിതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, 2 കൈ നിറച്ച് നന്മയുമായിട്ടാണ് ആ മനുഷ്യൻ പോയിരിക്കുന്നത്. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ പൂർത്തിയാക്കിയെങ്കിൽ ശരിയല്ലേ? അപ്പോൾ ഇത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണ്. അരശനെ ചുമക്കുന്ന മലക്കുകൾ അതാണ് പറയുന്നത്. തവാഫിൽ പറയൽ സുന്നത്താണ്, രോഗങ്ങൾക്ക് ശിഫയാണ്. അതുകൂടാതെ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്നതിന് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം, ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലുക.
പിന്നെ മറ്റേത് നമുക്കൊക്കെ അറിയാം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിക്ക് 2 സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ പറയൽ സുന്നത്താണെന്ന് പറഞ്ഞൊരു ദിക്ർ ഹദീസിൽ വന്നു. അതാണ് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി വആഫിനി. അതും ആ റബ്ബിനോട് ചോദിക്കുക, 5 കാര്യങ്ങൾ ചോദിക്കുക. ഇതാണ് സഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ. നമ്മൾ ഇത് രണ്ടും അമൽ ചെയ്താൽ മതി. ഖുർആൻ ഓതാൻ അറിയാത്തവർക്ക് പോലും പകരമായി നബിതങ്ങളുടെ പുണ്യമായ നാവ് കൊണ്ട് പറഞ്ഞിട്ടാണ് തുല്യ പ്രതിഫലം കിട്ടും. ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.